നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ഒരു കടമ്പ കൂടി മുസ്ലിങ്ങൾ കടന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു യുദ്ധം, ഒരുപാട് വില നൽകേണ്ടി വന്നു. ഏതായാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിസ്സാരമായൊരു വിജയമായിരുന്നില്ല. കാരണം കനത്ത വില തന്നെ അവർക്ക് നൽകേണ്ടി വന്നു. മുസ്ലിങ്ങളെല്ലാം കടലിലെറിയപ്പെടാൻ പോവുകയാണ്. ഇവരുടെ നെട്ടോറ്റം അത് കടലിൽ ചെന്നേ അവസാനിക്കുന്നുള്ള അബൂ സുഫിയാന്റെ പരിഹാസം. അബൂ സുഫിയാന്റെ പരിഹാസവാക്കിനെ അർത്ഥമുള്ളതാക്കുമാറ് തുടക്കത്തിൽ അവർ പിന്തിരിഞ്ഞ് ഓടിയില്ലായിരുന്നെങ്കിലും ഭീതി പൂണ്ട് സംഭീതരായിട്ട് അവർ പിന്തിരിഞ്ഞ് ഓടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വില നൽകേണ്ടി വരില്ലായിരുന്നു. ഈ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനേകം ധീരാത്മാക്കളുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അവരെല്ലാം ബലിദാനികളായി മാറി. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സമ്പൂർണ്ണ പട്ടിക അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭ്യമല്ല. ബദർ യുദ്ധത്തിലേതുപോലെ ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികളായ മുസ്ലിങ്ങളുടെ ചരിത്രം എല്ലാവർക്കും അറിയാം. അവരുടെ പേര് എല്ലാവർക്കും അറിയാം. എന്നും അതവിടെ എഴുതി വച്ചിരിക്കുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചരിത്രങ്ങളൊന്നും ആർക്കും അറിയില്ല. എത്ര പേര് കൊല്ലപ്പെട്ടു എന്നും കൃത്യമായിട്ടും ആർക്കും അറിയില്ല. രണ്ട് മുസ്ലിം ഗോത്രങ്ങൾ സംഭവത്തോടനുബന്ധിച്ച്, ഈ യുദ്ധത്തോടനുബന്ധിച്ച് രണ്ട് മുസ്ലിം ഗോത്രങ്ങൾ, രണ്ട് ചെറിയ മുസ്ലിം ഗോത്രങ്ങൾ ഏതാണ്ട് പരിപൂർണമായിട്ട് ഇല്ലാതാകുകയാണ് ചെയ്തത് എന്നാണ് ചരിത്രങ്ങൾ പറയപ്പെടുന്നത്. നബി തിരുമേനി അവരുടെ സ്വർഗീയമായിട്ടുള്ള അനുഭവങ്ങൾ, സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് വിശദമായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. എന്ത് തന്നെയായാലും അതൊരു വിജയം തന്നെയായിരുന്നു. എടുത്തു പറയേണ്ടതൊരു വിജയം തന്നെയായി മാറിക്കഴിഞ്ഞിരുന്നു. അത് ശത്രുക്കളുടെ മേൽ മുസ്ലിങ്ങൾ അധീശത്വം സ്ഥാപിച്ച് സമ്പൂർണമായിട്ടുള്ള വിജയം. ശത്രുപക്ഷത്ത് നിന്ന് ശത്രുപക്ഷത്ത് നിന്ന് പൂർവോപരി യുദ്ധമുതലുകൾ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഇത്രയും യുദ്ധമുതലുകൾ ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളിൽ ഇത് ലഭിച്ചിട്ടില്ല. അതുപോലെ മുമ്പ് പല യുദ്ധങ്ങളിലും തടവുകാരെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം തടവുകാരെയും പിടിച്ചിട്ടില്ല. യുദ്ധത്തിൽ വിജയമാണ് പ്രധാനം. വിജയം മാന്യമായ രീതിയിലാണെങ്കിൽ അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതൊരു പ്രശ്നമാവുന്നില്ല. അതിനാൽ ദൈവത്തിങ്കൽ നിന്നുള്ള ഔദാര്യത്തിൽ മുസ്ലിങ്ങൾ ആഹ്ലാദചിത്തരായി. യുദ്ധമുതലുകളിൽ നിന്നുള്ള ഓഹരികളുമായിട്ട് മദീനയിലേക്ക് മടങ്ങാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കുറെ കൂടി ഗംഭീരമായിട്ടുള്ള വിജയമായിരുന്നു നബി തിരുമേനിയുടെ ലക്ഷ്യം. ഈ രീതിയിൽ വഞ്ചനയും ചതിയും പ്രയോഗിച്ചുകൊണ്ട് മുസ്ലിം പടയാളികളിൽ പ്രമുഖരായിട്ടുള്ള പല ആളുകളെയും കാലപുരിക്ക് അയച്ചുകൊണ്ടുള്ള ശത്രുസേനയെ നയിച്ചിരുന്നത് മാലിക് ബിൻ ഔഫ് ആയിരുന്നല്ലോ. പരാജയം കഴിഞ്ഞതിന് ശേഷം സഖീബ് ഗോത്രക്കാരോടൊപ്പം അയാൾ ഓടി മറഞ്ഞു. പിന്നീട്
ത്വായിഫിലേക്ക് ചെന്നെത്തി. അവരുടെ മേലെ ശക്തമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്താൻ പ്രവാചകൻ ഉത്തരവാകുകയും ചെയ്തു. ഉഹുദിലെ പരാജയത്തിന് ശേഷം ഖൈബറിൽ ഇതേ പദ്ധതി തന്നെയായിരുന്നു നബി തിരുമേനി കൈക്കൊണ്ടിരുന്നത്. ഖന്തക്കിന് ശേഷം ഖുറൈളയിലും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. മദീനയിലേക്കുള്ള പലായനത്തിന് ശേഷം വർഷങ്ങൾക്ക് മുമ്പ് താനൊരിക്കൽ ഇസ്ലാമിൻ്റെ പ്രബോധനാർത്ഥം, ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പ്രസരിപ്പിക്കാനായിട്ട് ത്വായിഫിലേക്ക് ചെന്ന കാര്യം അദ്ദേഹം ഓർത്തു. അവരദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ആഹാരം പോലും കൊടുത്തില്ല. മാത്രമല്ല, അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പ്രവാചകന്റെ പുറകിൽ അവിടെ തെരുവ് പിള്ളേരെ പറഞ്ഞു വിട്ടു. അവർ കൂക്കി വിളിച്ചും കളിയാക്കിയും കല്ലുകളെടുത്തെറിഞ്ഞും പ്രവാചകനെ ഓടിക്കുകയാണ് ഉണ്ടായത്. ത്വായിഫുകാരെന്ന് തന്നെ അവഹേളിച്ചു. അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം, മതിയാവുന്നിടത്തോളം. തെരുവ് പിള്ളേരെ ഇവരാണ്, അവിടെയുള്ള പ്രമുഖർ തന്നെയാണ് തെരുവ് പിള്ളേരെ പ്രചോദിപ്പിച്ചു വിട്ടത്. അവർ കല്ലെറിഞ്ഞ് മുറിവ് പറ്റി. അദ്ദേഹം അവസാനം അവിടെയുള്ളൊരു മുന്തിരിത്തോട്ടത്തിൽ അഭയം തേടാൻ നിർബന്ധിതനായി. അവർക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു. അവരദ്ദേഹത്തിന് അഭയം കൊടുത്തു. നബി തിരുമേനി ആലോചിക്കുകയാണ്, ഇന്ന് 12,000 പേര് വരുന്ന ഒരു കൂട്ടത്തിൻ്റെ നേതാവായിട്ട് താൻ നിൽക്കുന്നു. അതിൽ 10,000 പേര് പോരാളികൾ തന്നെയാണ്. മക്കാ വിജയം അത് നടന്നു കഴിഞ്ഞു. പക്ഷേ അന്ന് ത്വായിഫിൽ ചെന്ന സമയത്ത് അന്ന് താൻ എന്തുമാത്രം ദുർബലനായിരുന്നു, എന്തുമാത്രം ഏകാഗിയായിരുന്നു താൻ. അന്ന് ദൈവത്തിങ്കൽ നിന്നുള്ള ഒരു സഹായം അത് മാത്രമായിരുന്നു അന്ന് തനിക്ക് ഏക അവലംബം. ഈ ഭൂമിയിൽ ആരും തനിക്ക് ഒപ്പം ഉണ്ടായിരുന്നില്ല. ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന് പർവ്വതങ്ങളെപ്പോലും തരിപ്പണമാക്കുന്ന വിശ്വാസം മാത്രമായിരുന്നു അന്ന് തൻ്റെ സർവശക്തിയുടെയും ആധാരം. ചുറ്റും ഉള്ള ആളുകളെ അവമാനിച്ചിട്ടും, സ്വന്തക്കാരെ അപമാനിച്ചിട്ടും, അപഹസിച്ചിട്ടും, അപകടപ്പെടുത്തിയിട്ടും, ഇപ്പോഴത്തെ കല്ലേറ് കൊണ്ടും ഒരു അനാഥനെ പോലെ ഏകാഗിയായിട്ട് മാറിയിട്ടും താൻ വിശ്വസിച്ച തൻ്റെ ദീനിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസന്ധാനം ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് കട്ടുകിട്ട മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം എന്താണ്? പർവ്വതങ്ങളെപ്പോലും തരിപ്പണമാക്കുന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പർവ്വതങ്ങളെപ്പോലും തരിപ്പണമാക്കുന്ന വിശ്വാസം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവശേഷിയുടെയും ആധാരം. വാസ്തവത്തിൽ ഇന്നിത് അറേബ്യ അതിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വമ്പിച്ചൊരു മുസ്ലിം സേനയുമായിട്ട് ത്വായിഫിലേക്ക് വരുന്നു. അന്ന് കല്ലേറ് കൊണ്ട് അന്ന് അപഹസിതനായിട്ട് ഓടിപ്പോകേണ്ടി വന്ന അതേ നബി തിരുമേനി ഇന്ന് അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് 10,000 പേര്. എല്ലാം പടയാളികൾ, സുസജ്ജരായിട്ടുള്ള പടയാളികൾ. ആ മുസ്ലിം സേനയുമായിട്ടാണ് ത്വായിഫിലേക്ക് മാർച്ച് ചെയ്യുന്നത്. അവിടെയുള്ള കുട്ടികൾ വരുമോ? നബി തിരുമേനിയെ ഓടിക്കാൻ അവിടെയുള്ള പ്രമുഖർ കുട്ടികളെ ഏർപ്പാട് ചെയ്യുമോ? അവർ കല്ലെടുത്തെറിയുമോ? ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും പതിയിരിക്കേണ്ട ഗതികേടിലേക്ക് ആലോചിക്കാൻ കഴിയാത്ത സാഹചര്യം. നിരന്ന് പരന്നു കിടക്കുന്ന മുസ്ലിം സേനയുടെ അധിപതിയായിട്ടാണ് വന്നിട്ടുള്ളത്, രാജരാജനായിട്ട്. പീഡാനുഭവങ്ങളുടെ ഈ പൂർവ്വസ്മരണകൾ പ്രവാചകന്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് അതിങ്ങനെ ഉയർന്നു വന്നു. മാലിക് ബിൻ ഔഫിൻ്റെ നേതൃത്വത്തിലുള്ള സഖീബ് ഗോത്രത്തെ ഉപരോധിക്കുന്നത്, ത്വായിഫിലേക്ക് മാർച്ച് ചെയ്യാൻ പ്രവാചകൻ തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ കൽപ്പന നൽകി. ത്വായിഫ് ചെറിയ നഗരമായിരുന്നില്ല, നിറയെ കോട്ടകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ടൊരു നഗരമായിരുന്നു അത്. അക്കാലത്ത് അറേബ്യയിലെ മിക്ക പട്ടണങ്ങളും പോലെ
ആക്രമിക്കാൻ വരുന്ന ആളുകളെ ചെറുക്കാൻ വേണ്ടിയിട്ട്, അവരെ ചെറുക്കാൻ വേണ്ടിയിട്ട് ബന്ധിക്കപ്പെടുന്ന കവാടങ്ങൾ ത്വായിഫിൽ സർവത്ര ഉണ്ടായിരുന്നു. എവിടെയോ അത് കാണാം. ഉപരോധ യുദ്ധങ്ങളിൽ നല്ല പരിചയസമ്പന്നരായിരുന്നു ത്വായിഫ് നിവാസികൾ. അവർക്ക് വമ്പിച്ച ധനശേഷിയാണ് ഉണ്ടായിരുന്നത്. ആയതുകൊണ്ട് തന്നെ അവർ വളരെ സുഭദ്രമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള കോട്ടകൾ പലയിടത്തും പണി കഴിച്ചിരുന്നു. ത്വായിഫിലേക്ക് മുന്നേറിയിരുന്ന മുസ്ലിം സേന ലിയയിലൂടെ കടന്നുപോയി. ലിയൈ, മാലിക് ബിൻ ഔഫിൻ്റെ ഒരു കോട്ട അവിടെ ഉണ്ടായിരുന്നു. അതവര് പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞു. വഴിമധ്യേ സഖീബ് ഗോത്രത്തിൽപ്പെട്ട മറ്റൊരാളുടെ കെട്ടിടവും കോട്ട തന്നെ അതും തകർത്തു. സൈന്യം അങ്ങനെ മുന്നേറിയിട്ട് ഈ രണ്ട് കോട്ടകളും തകർത്തുകൊണ്ട് മുന്നേറി ത്വായിഫിലെത്തി. നബി തിരുമേനിയുടെ കൽപ്പന പ്രകാരം ത്വായിഫിൻ്റെ സമീപ പ്രദേശത്ത് അവർ താവളം പഠിച്ചു. അവിടെ വെച്ച് തൻ്റെ അനുയായികളെ, അനുചരന്മാരെ എല്ലാവരും വിളിച്ചു ചേർത്ത് ഇനി എന്ത് ചെയ്യണം, ത്വായിഫിലെ എങ്ങനെ പരാജയപ്പെടുത്തണം, സഖീബ് ഗോത്രക്കാരെ, അക്കാര്യം തിരുമേനി അവിടെ വെച്ച് ചർച്ച ചെയ്തു. മുസ്ലിങ്ങളുടെ പട മുന്നേറി വരുന്ന കാര്യം സഖീഫുകാർ തങ്ങളുടെ കോട്ടകളുടെ മുകളിൽ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല, മുസ്ലിങ്ങൾക്ക് നേരെ അവർ അമ്പെയ്ത്ത് ആരംഭിച്ചു. ഒരുപാട് പേര് ഇതിനകത്ത് ഈ അമ്പ് കൊണ്ട് മൃതിയടയുകയും ചെയ്തു. അവിടെയുള്ള ഭദ്രമായിട്ടുള്ള സുശക്തമായിട്ടുള്ള കോട്ടകളെ കടന്നാക്രമിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ദുസ്സാധ്യമായിട്ടൊരു കാര്യമായിരുന്നു. പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമായിരുന്നില്ല. ഖുറൈള ഗോത്രക്കാരെയും ഖൈബർ നിവാസികളെയും ഉപരോധിച്ച സമയത്ത് സ്വീകരിച്ച തന്ത്രങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് എന്തെങ്കിലും പുത്തൻ ഉപായങ്ങൾ സ്വീകരിക്കുകയെ അവിടെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ദീർഘമായിട്ട് ഉപരോധിക്കുക, അത് മതിയോ? ഇങ്ങനെ ഉപരോധിച്ചു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് പട്ടിണിയും പരിവട്ടവുമായിട്ട് അവർ കീഴടങ്ങാൻ നിർബന്ധിതരാകുകയില്ലേ? അതൊരു ആക്രമണം നടത്തി കീഴടക്കുകയാണോ വേണ്ടത്? എങ്കിലും അങ്ങനെയുള്ള ആക്രമണത്തിന് സ്വീകരിക്കേണ്ടുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ദീർഘനേരം ചിന്തിക്കേണ്ടുന്ന, ഇതെല്ലാം ദീർഘനേരം ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളായിരുന്നു. ശത്രുവിൻ്റെ അസ്ത്രങ്ങൾ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൈന്യം സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങുകയാണ് ആദ്യം വേണ്ടത്. ബാക്കിയെല്ലാം പിന്നീട്. അങ്ങനെ പ്രവാചകന്റെ കൽപ്പന പ്രകാരം സൈന്യം ശത്രുവിൻ്റെ ശരമേൽക്കാത്തത്രയും ദൂരത്തേക്ക് മാറിയിട്ട് ഒരിടത്തേക്ക് നീങ്ങി. ത്വായിഫ് കീഴടങ്ങിയ ശേഷം ത്വായിഫ് നിവാസികൾക്ക് കൈമാറിയ മസ്ജിദ് ത്വായിഫ് നിർമ്മിച്ചത് അവിടെയായിരുന്നു. അത് അത്യാവശ്യമായിട്ടുള്ള നടപടിയായിരുന്നു, അങ്ങനെ ഒരു പള്ളി അവിടെ പണിയുക എന്നുള്ളത്. കാരണം മുസ്ലിങ്ങളിൽ നിന്ന് 18 പേര് സഖീഫുകാരുടെ അസ്ത്രമേറ്റിട്ട് അവിടെ മൃതി അടഞ്ഞു കഴിഞ്ഞിരുന്നു. അബൂബക്കറിൻ്റെ ഒരു പുത്രനടക്കം ഒട്ടേറെ പേർക്ക് വലിയ തോതിൽ പരിക്കേൽക്കുകയും ഉണ്ടായി. ആയതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ശരവർഷം, ആ ശരവർഷത്തിന് വിദൂരമായിട്ടുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം 2 തമ്പുകൾ നിർമ്മിച്ചു. പ്രവാചക പത്നിമാരായിട്ടുള്ള ഉമ്മു സലമയ്ക്കും സൈനബിനും വേണ്ടിയായിരുന്നു അത്. മദീന വിട്ടു വന്നതിന് ശേഷമുള്ള എല്ലാ യുദ്ധ സംരംഭങ്ങളിലും പ്രവാചകനെ അവർ അനുഗമിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയാണ് ആ തമ്പുകൾ നിർമ്മിച്ചത്. ഈ തമ്പുകൾക്കിടയിൽ വെച്ചാണ് പ്രവാചകൻ നമസ്കാരം നിർവഹിച്ചിരുന്നത്. ത്വായിഫ് മസ്ജിദ് നിർമ്മിച്ചതും ഇവിടെ തന്നെയായിരിക്കണം. ഏതായാലും തങ്ങൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ, തങ്ങൾക്കും ശത്രുക്കൾക്കുമിടയിൽ ദൈവത്തിൻ്റെ വിധിയും പ്രതീക്ഷിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അവിടെ തന്നെ നിന്നു.
അൽഹംദുലില്ലാ.